എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇത്തവണത്തെ ഗീതാ ക്ലാസ്സിൻ്റെ പേര് ബുദ്ധിയോഗം. 2-ാം അധ്യായത്തിലെ 52, 53 ശ്ലോകങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ബുദ്ധിയോഗം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ റീസണിങ് കപ്പാസിറ്റിയുടെ ശക്തി, അതാണ് ഉദ്ദേശിക്കുന്നത്. കൃഷ്ണൻ നമ്മളുടെ മോഹങ്ങളെ അഴുക്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം വളരെ സ്വാഭാവികമായി ഉയർന്നു വരും. എന്തുകൊണ്ടാണ് മോഹങ്ങളെ അഴുക്കെന്ന് വിളിക്കുന്നത്? മോഹങ്ങളെ ഉപേക്ഷിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യം നമ്മളിൽ എല്ലാവരിലും വരും. കൃഷ്ണൻ പറയുന്നത് നമ്മളുടെ മനസ്സിനെ കലുഷിതമാക്കുന്ന മോഹങ്ങളെ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. മനസ്സിൽ ജനിച്ചു വരുന്ന അനാവശ്യമായ അപകടകരമായ മോഹങ്ങളെ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. അത്തരം മോഹങ്ങളെയാണ് കൃഷ്ണൻ അഴുക്ക് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ ഓർത്ത് വളരെ സന്തോഷത്തോടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാറുണ്ട്. നമ്മളെക്കുറിച്ച് ആരെങ്കിലും നല്ലത് പറഞ്ഞതൊക്കെ ഓർത്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകാറുണ്ട്. ചില വിളികൾക്കായി നാം കാത്തിരിക്കാറുണ്ട്. ചില സംസാരങ്ങൾ കേട്ട് നാം ദുഃഖിച്ച് മുമ്പോട്ട് പോകാറുണ്ട്. സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ അപ്പോഴൊക്കെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ആശ്വാസം അന്വേഷിക്കും. നമ്മൾ എങ്ങനെയാണ് മനസ്സിനെ ഈ 2 ഘട്ടങ്ങളിലും, സന്തോഷത്തിൻ്റെ ഘട്ടങ്ങളിലും കേട്ട കാര്യങ്ങൾ ചിലപ്പോൾ സന്തോഷമാകാം, ദുഃഖമാകാം, സന്തോഷത്തിൻ്റെ ഘട്ടത്തിലും ദുഃഖത്തിൻ്റെ ഘട്ടത്തിലും മനസ്സിനെ ബാലൻസായി നിലനിർത്താൻ എങ്ങനെ സാധിക്കുമെന്നുള്ളത് നമുക്കറിയാം. കേട്ട കാര്യങ്ങളിൽ യുദ്ധം വരെ നടക്കാറുണ്ട്. കേട്ട കാര്യങ്ങളെ സംബന്ധിച്ച് മഹാഭാരത യുദ്ധം അത്തരത്തിലുള്ള ഒരു ഘടകം കൂടി മഹാഭാരത യുദ്ധത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് നാം ചില കാര്യങ്ങളിൽ കേട്ടതിലും കേൾക്കാനിടയുള്ള കാര്യങ്ങളിലുമൊക്കെ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുന്നത്? അത് നാം മനസ്സിൻ്റെ തലത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മളെ വേണ്ടപ്പെട്ടവർ നമ്മളെ വിളിക്കുമോ? വേണ്ടപ്പെട്ടവരുടെ വിളികൾക്കായി നാം കാതോർത്തിരിക്കും. അവർ വിളിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഓർത്ത് നാം ദുഃഖിതരാവുകയും ടെൻഷനാവുകയും ചെയ്യാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ മനസ്സിൻ്റെ തലത്തിലാണ്, നാം മനസ്സിൻ്റെ തലത്തിൽ മാത്രം നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം മോഹങ്ങളിലൊക്കെ നാം വീണു പോകുന്നത്. അതുകൊണ്ട് മോഹങ്ങൾ അഴുക്ക് തന്നെയാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ മനുഷ്യർക്ക് എല്ലാവർക്കും മനസ്സെന്ന ഘടകം പോലെ തന്നെ മറ്റൊരു ഘടകം കൂടി എല്ലാവർക്കുമുണ്ട്. അതാണ് ബുദ്ധിയുടെ ഘടകം. യതി ഇതിനെ റീസണിങ് കപ്പാസിറ്റി എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. റീസൺ, യുക്തിചിന്ത അല്ലെങ്കിൽ ബുദ്ധിപരമായ ഒരു നീക്കം. അപ്പം മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നമുക്കുള്ള ഒരു ഘടകമാണ് ബുദ്ധി, റീസൺ. എന്തുകൊണ്ട് നമുക്ക് ഇമോഷൻസിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ തലത്തിൽ നിന്നും മാറി ബുദ്ധിയുടെ തലത്തിലേക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല? യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠൻ രാമനോട് പറയുന്നു, മനസ്സിൽ ബുദ്ധി വ്യാപിച്ചു നിൽക്കുന്നുണ്ട്, നമ്മളത് കാണുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ബുദ്ധി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും കേട്ട കാര്യങ്ങൾ ഓർത്ത് സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുമ്പോഴും, കേൾക്കാനിടയുള്ള കാര്യങ്ങൾ ഓർത്ത് പ്രതീക്ഷ വെക്കുകയും അതോർത്ത് ദുഃഖിക്കുകയും അതോർത്ത് സന്തോഷിക്കുകയും ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഈ ഒരു ഫാക്ടറും കൂടെ ഉണ്ട്. ബുദ്ധി എന്നൊരു ഫാക്ടർ മനസ്സിൽ വ്യാപിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ നാം കാണുന്നത് നമ്മുടെ മനസ്സിനെ മാത്രമാണ്. ബുദ്ധി എന്ന് പറയുന്ന ഡിസ്ക്രിമിനേഷൻ കപ്പാസിറ്റിയെ തരംതിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ആ ഒരു എലിമെൻറ്റിനെ നാം അറിയാതെ പോകും. നാം ഇമോഷൻ്റെ തലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. നാം റീസൻ്റെയോ അല്ലെങ്കിൽ ഹെഡ് തലത്തിലേക്ക് നാം ഉയരുന്നില്ല. ഇവിടെ ഏത് തലത്തിലാണ് നാം നിൽക്കേണ്ടതെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. ബുദ്ധി
ബുദ്ധിയുടെ തലത്തിൽ ഉയർന്നു വരുന്ന ഒരാളുടെ എല്ലാ പ്രവൃത്തികളും വളരെ യോഗ കർമ്മസു കൗശലമായിരിക്കും, വളരെ സാമർഥ്യം നിറഞ്ഞതായിരിക്കും. അപ്പം നമുക്കൊരു പാരഡിം ഷിഫ്റ്റ്, ഒരു ബുദ്ധിയുടെ തലത്തിലേക്ക് നമുക്കൊന്ന് ഉയർന്ന് വരാം. എല്ലാവർക്കും നമസ്കാരം.